നമസ്കാരം എല്ലാവർക്കും. യുവാൽ നോഹ ഹരാരി ഇദ്ദേഹത്തിന് നെക്സസ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ആശയങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അത് ഇന്ന് വളരെ റിലവൻ്റ് ആണ് എന്നതുകൊണ്ട് കൂടിയാണ് ഇത് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. ഹരാരി എക്സ്പ്ലോർസ് ദ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഓൺ ഹ്യൂമൻ എവല്യൂഷൻ. മനുഷ്യന്റെ എവല്യൂഷനിൽ ടെക്നോളജിയുടെ ഇമ്പാക്ട് എത്രത്തോളം. ഇതില് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോ എഞ്ചിനീയറിംഗും. അപ്പോൾ യുവാൽ നോഹ ഹരാരി നെക്സസിലൂടെ നമ്മളോട് ഹ്യൂമൻ എവല്യൂഷനിൽ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളെ കുറിച്ച് സംസാരിക്കുന്നു. ആ ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോ എഞ്ചിനീയറിംഗും. ആ ടെക്നോളജിയുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ പറയുക. രണ്ടാമത്തെ പോയിന്റ്, അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്, സൂചിപ്പിക്കേണ്ടതുണ്ട്. മനുഷ്യരും യന്ത്രങ്ങളും തമ്മിലുള്ള അതിരുകൾ മങ്ങിപ്പോകുന്ന ഒരു പുതിയ യുഗത്തിന്റെ കൊടുമുടിയിലാണ്. മനുഷ്യനും യന്ത്രങ്ങളും, നമുക്ക് ഒരു മനുഷ്യനിൽ എത്രത്തോളം യന്ത്രങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു യന്ത്രത്തിൽ എത്രത്തോളം മനുഷ്യ ഭാഗങ്ങളുണ്ടെന്നോ തിരിച്ചോ, അപ്പൊ അങ്ങനെ ഒരു മിക്സിങ്ങിൽ എത്തിയിരിക്കുക അതിന് കൊടുമുടിയിലും. അപ്പോ ആ ഒരു സിംബയോസിസം എന്ന് പറഞ്ഞാൽ ആ രണ്ടിനും കൂടെ ചേരലാണ്. അതിന് അദ്ദേഹം വിളിക്കുന്ന പേരാണ് നെക്സസ്. അത് ആ പുസ്തകം വളരെ പുതിയതാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് ടെക്നോളജിയെ കുറിച്ചുകൂടെ പറഞ്ഞു. ഇതിലെ പ്രധാന രണ്ടാമത്തെ പോയിന്റ്, ഞാൻ ഇവിടെ 30 പോയിന്റുകളാണ് ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത്. ദ കോഗ്നിറ്റീവ് റെവല്യൂഷൻ മാർക്ക് ഹ്യൂമാനിറ്റീസ് എബിലിറ്റി ടു ക്രിയേറ്റ് ടൂൾസ്. അപ്പൊ നമുക്ക് ഈ നമ്മളുടെ വൈജ്ഞാനിക വിപ്ലവം പല ടൂളുകളും തന്നിട്ടുണ്ട്. ആ ടൂളുകളിൽ കൂടെ നമ്മളുടെ സമൂഹത്തെ വളരെ നാടകീയമായി മാറ്റി. അപ്പോ അങ്ങനെ ഒരു കാര്യം ചെയ്തു. ആ വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ നമുക്ക് നൽകിയ ചില ടൂളുകളിലൂടെ നമ്മൾ ഈ നമ്മുടെ സമൂഹത്തിന് നാടകീയമായ പല മാറ്റങ്ങൾക്കും, അത് നമുക്ക് നല്ലവണ്ണം ബോധ്യമുള്ള കാര്യമാണ് അല്ലെ. നമ്മുടെ കണ്ണ് തുറന്നാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ടെക്നോളജി ഡസ് നോട്ട് ജസ്റ്റ് ഷേപ്പ് ദ എക്സ്റ്റേണൽ വേൾഡ്. നമ്മൾ കാണുന്ന ഈ ബാഹ്യ ലോകം മാത്രമല്ല ഇത് രൂപപ്പെടുത്തുന്നത്. നമ്മളുടെ മനുഷ്യ ബന്ധങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബോധമണ്ഡലത്തെ അഫക്റ്റ് ചെയ്യും. അപ്പോ കോഗ്നിറ്റീവ് റെവല്യൂഷൻ കൊണ്ടുതന്ന ടൂളുകളുടെ നമ്മുടെ സമൂഹത്തിലെ മാറ്റങ്ങൾ, അത് പുറമേക്ക് മാത്രമല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മളുടെ സാമൂഹിക ബന്ധങ്ങളില്, നമ്മളുടെ ബോധമണ്ഡലങ്ങളില് ഒക്കെ മാറ്റങ്ങളുണ്ട്. ട്രാൻസിഷൻ ഫ്രം എ ഹണ്ടർ ഗാദർ ടു അഗ്രികൾച്ചർ സൊസൈറ്റി. ഇവിടെ വളരെ പഴയ ഒരു കാര്യം പറയുന്നു. വേട്ടയാടി നടന്ന മനുഷ്യരിൽ നിന്നും കൃഷിക്ക് പ്രാധാന്യമുള്ള അഗ്രികൾച്ചർ സൊസൈറ്റി ിലേക്കുള്ള മാറ്റം സാമൂഹിക ക്രമത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളോട് ചരിത്രം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബോധ്യമുള്ള കാര്യം. അഗ്രികൾച്ചർ റെവല്യൂഷൻ ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സിവിലൈസേഷൻ. അപ്പൊ ആ കാർഷിക വിപ്ലവമാണ്, കാർഷികമായ മാറ്റമാണ് സിവിലൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന, നാഗരികത എന്ന് വിളിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട എസ്റ്റാബ്ലിഷ്മെന്റുകളിലേക്ക് നീങ്ങുന്നു.
അതുമായിട്ട് ബന്ധപ്പെട്ട ചില സാമൂഹിക ക്രമങ്ങളിലേക്ക് നീങ്ങും. അതുമായിട്ട് ബന്ധപ്പെട്ട ചില സാമൂഹിക സങ്കീർണമായ സാമൂഹിക നിയമങ്ങളിലേക്ക് മാറും. കാർഷിക വിപ്ലവം നാഗരികതയിലേക്ക് നീങ്ങുന്നു. അവിടെ സോഷ്യൽ ഹയറാർക്കികൾ ഉണ്ടാകുന്നു, സാമൂഹിക ശ്രേണികൾ ഉണ്ടാകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ സങ്കീർണമായ സാമൂഹിക നിയമങ്ങൾ ഉണ്ടാകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ രൂപപ്പെടും. അടുത്ത പോയിന്റ് നോക്കാം. ഹരാരി പ്രസൻസ് ടെക്നോളജി ആസ് ആൻ ആക്റ്റീവ് ഫോഴ്സ്. അപ്പോ ഒരു സജീവ ശക്തിയായിട്ടാണ് ടെക്നോളജിയെ ഹരാരി അവതരിപ്പിക്കുന്നത്. ഒരു പാസീവ് ടൂൾ അല്ല, ജസ്റ്റ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന, നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ട് തന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പാസീവ് ടൂൾ അല്ല. വളരെ സജീവ ശക്തിയായ ഒരു ആക്റ്റീവ് ടൂളാണ്. നമ്മളിൽ വളരെയധികം സ്വാധീന ശക്തിയും ഇടപെടലുകളും നടത്താൻ കഴിയുന്ന ഒരു ടൂളായിട്ടാണ് ടെക്നോളജിയെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക നമ്മളുടെ അസ്തിത്വത്തെ റീഷേപ്പ് ചെയ്തു. അവിടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പഴയ കാർഷിക വ്യവസ്ഥയിൽ നിന്ന് വ്യാവസായിക വിപ്ലവത്തിലേക്ക് നീങ്ങിയപ്പോൾ നമ്മളുടെ അസ്തിത്വത്തിനെ റീഷേപ്പ് ചെയ്തു. അവിടെ നിന്നാണ് നമുക്ക് ജോലി നഷ്ടം, കോസിംഗ് വർക്കേഴ്സ് ടു ഫിയർ ലോസിംഗ് ജോബ്, ജോലി നഷ്ടം, സോഷ്യൽ ഐഡന്റിറ്റീസ് ടു മെഷീൻസ്, നമുക്ക് മെഷീൻ നഷ്ടപ്പെടും എന്നുള്ള തോന്നലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വ്യാവസായിക വിപ്ലവം മനുഷ്യന്റെ അസ്തിത്വത്തെ പുനർരൂപകൽപ്പന ചെയ്തു, അത് റീഷേപ്പ് ചെയ്തു. തൊഴിലാളികൾക്ക് ജോലിയും സാമൂഹ്യ സമത്വവും, യന്ത്രങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഇങ്ങനെയുള്ള ഭയങ്ങളുണ്ട്. സാമൂഹ്യ സമത്വം, അങ്ങനെയുള്ള ഭയങ്ങളുണ്ട്. സാമൂഹ്യ സമത്വമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. ഞാൻ ചില പോയിന്റുകളെ ഇതിനകത്തൊന്ന് പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് മൊത്തത്തിൽ ആ ബുക്കിന്റെ ഒരു സത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് പറയുന്നത്. പല കാര്യങ്ങളും നമുക്കറിയാം, നമ്മൾ ഒന്നുകൂടെ അതൊന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്താണ് പുതിയതായി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കൃത്യമായ ആലോചനയിലേക്ക് നമുക്ക് നയിക്കാൻ വേണ്ടിയുള്ള ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. The fear of obsolescence by technology is a recurring theme in human history. ഈ സാങ്കേതിക വിദ്യ ഇന്നൊന്ന് വന്നു, നാളെ മാറി, ഇങ്ങനെയുള്ള ഒരു ഭയം നമുക്കുണ്ട്. അത് നമുക്ക് കൂടി ഈ എഐയും ഓട്ടോമേഷനും വന്നപ്പോൾ സാങ്കേതിക വിദ്യയുടെ കാലഹരണപ്പെടുമോ എന്ന ഭയം മനുഷ്യ ചരിത്രത്തിൽ ആവർത്തിച്ചുള്ള ഒരു വിഷയമാണ്. എഐയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും ഉണ്ടായതോടുകൂടി അത് നമുക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന മറ്റൊരു അവസ്ഥയാണ് അൽഗോരിതംസ്. നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറുകളെ പ്രവർത്തിപ്പിക്കുന്നത് ഈ അൽഗോരിതംസ് ആണ്, സ്റ്റെപ്സ്. അപ്പോ ഈ അൽഗോരിതങ്ങൾ നമ്മളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങി, നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ബോധം ഇല്ലാണ്ട് തന്നെ നമുക്ക് വേണ്ട വീഡിയോകൾ നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നു. നമ്മൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നാളെ ആവശ്യം വരാൻ സാധ്യതയുള്ള പ്രോഡക്റ്റുകളും സർവീസുകളും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ നമ്മളുടെ ചിന്താശക്തിയെ തന്നെ, നമ്മളുടെ തീരുമാനം എടുക്കലിനെ തന്നെ സ്വാധീനിക്കുന്ന അൽഗോരിതങ്ങൾ നമ്മളുടെ ബോധമില്ലാതെ തന്നെ അത് കൂടും, നമ്മുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു തുടങ്ങും. അപ്പോ പൊളിറ്റിക്കൽ ഔട്ട്കം, നമുക്കറിയാം, രാഷ്ട്രീയമായ പല ഔട്ട്കമ്മുകളും ഫലങ്ങളും
ഭരണമാറ്റങ്ങൾ, തീരുമാനങ്ങൾ, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നു അൽഗോരിതം. ഇതിന് ഹരാരി പറയുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ്. നമ്മളുടെ ഇടയിലും പോലും 100% ഈ അൽഗോരിതംസ് നമ്മളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അദ്ദേഹം US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത്. മൈക്രോ ടാർഗറ്റിംഗ് ഇൻ പൊളിറ്റിക്കൽ campaign manipulates voters based on their emotional triggers. നമ്മളുടെ വൈകാരികമായ ചോദനകളുടെ അടിസ്ഥാനത്തിൽ പല പൊളിറ്റിക്കൽ ക്യാമ്പയിനുകളും മൈക്രോ ടാർഗറ്റ് ചെയ്യുന്നു. നമ്മുടെ മതവും ജാതിയും നമ്മുടെ മറ്റ് കാര്യങ്ങളും ഒക്കെ ടാർഗറ്റ് ചെയ്ത്, മൈക്രോ ടാർഗറ്റ് ചെയ്ത് ആ ഇമോഷണൽ ട്രിഗറുകളെല്ലാം എടുത്തുകൊണ്ട് ക്യാമ്പയിനുകൾ നടത്തുന്നു. നമുക്ക് സുവ്യക്തമായ കാര്യമാണ്. The line between free will and algorithmic manipulation becomes increasingly blurred as AI grows more sophisticated. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന AI കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആകും തോറും കൂടി നമ്മുടെ ഒരു സ്വതന്ത്ര ചിന്ത അതില്ലാതാകുകയും അൽഗോരിതമിക് മാനിപ്പുലേഷനിലേക്ക് പോവുകയും ചെയ്യും. അൽഗോരിതങ്ങൾ നമ്മെ നയിക്കുന്നു. നമ്മളുടെ സ്വന്തമായി ഉള്ള ചിന്തയല്ല, അൽഗോരിതം നമ്മളെ നയിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയെ ഈ ഹരാരി ഇവിടെ പറയുന്നത് ചൈനയുടെ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം ടു ഡെമോൺസ്ട്രേറ്റ് ഡേഞ്ചേഴ്സ് ഓഫ് ഗിവിംഗ് ടു മച്ച് പവർ ടു അൽഗോരിതം. അങ്ങനെ ഒരു ഉദാഹരണം ഹരാരി പറയുന്നു. ഈ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു റാങ്കിങ് ഉണ്ടല്ലോ, ലോൺ എടുക്കാൻ പോകുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമാണ് ഇവിടെ. അപ്പൊ അവിടെ നമ്മളുടെ സ്വകാര്യത നഷ്ടമാകുന്നു. റിലേഷൻഷിപ്പുകളിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടെ പരിഗണിച്ചിട്ടാണ് അവിടെ അവർ ക്രെഡിറ്റ് കൊടുക്കുന്നത്. നമ്മൾ പറയുന്ന ചില നമ്മുടെ തിരിച്ചടവ് കഴിവ് മാത്രം നോക്കിയല്ല, നമ്മൾ ട്രാഫിക് നിയമങ്ങളെ കൂടെ പാലിച്ചിട്ടുണ്ടോ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ എങ്ങനെയാണ്, അതും കൂടെ പരിശോധിച്ചിട്ടാണ് ഈ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അതാണ് ചൈനയുടെ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ മച്ച് പവർ ടു അൽഗോരിതംസ്. അപ്പൊ ഇവിടെ അൽഗോരിതത്തിനാണ് കൂടുതൽ പവർ കിട്ടുന്നത്. ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ജനറ്റിക് മോഡിഫിക്കേഷൻ ഓപ്പൺ ദ ഡോർ ടു ക്രിയേറ്റിംഗ് എൻഹാൻസ്ഡ് ഹ്യൂമൻ വിത്ത് സുപ്പീരിയർ എബിലിറ്റി. ബയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ശാഖ, ജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ബ്രാഞ്ച് അതുമായിട്ട് ബന്ധപ്പെട്ടത്, അത് നമുക്ക് കൂടുതൽ സുപ്പീരിയർ കഴിവുകൾ നൽകുന്നുണ്ട്. പല രോഗപ്രതിരോധങ്ങളും ഒക്കെ നേടിയ ജീനുകൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാവും. അങ്ങനെയൊക്കെ നമുക്ക് ഈ ബയോ എഞ്ചിനീയറിംഗിലും ജനറ്റിക് മോഡിഫിക്കേഷനിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ചില രോഗങ്ങൾ ജനറ്റിക് മോഡിഫിക്കേഷനിൽ കൂടെ മാറ്റുകയും നമുക്കൊരു സുപ്പീരിയർ എബിലിറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സാങ്കേതികവിദ്യ. ഹരാരി റൈസസ് എത്തിക്കൽ കൺസേൺസ് അബൌട്ട് ബയോ എഞ്ചിനീയറിംഗ്. അതിന്റെ ധാർമ്മിക വശങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് മാത്രമല്ല, അതിനോടൊപ്പം അദ്ദേഹം പറയുകയാണ്, നമ്മൾ സാധാരണ ഒരു പ്രാസം പോലെ പറയുന്ന ഒരു വാക്കാണ്, പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാകുക, പണക്കാരൻ കൂടുതൽ പണക്കാരനാകുക. ഈ അതിനേക്കാൾ ഒരു ഡീപ്പ് മീനിങ് അതിനുണ്ട്. അതാണ് ആ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് the CRISPR genes genetically edited to be resistant to HIV. അത് ജനറ്റിക്കലി എഡിറ്റ് ചെയ്തപ്പോൾ അവർ HIV റെസിസ്റ്റന്റ് ആയി. അത് വലിയ ഹ്യൂമൻ എൻഹാൻസ്മെന്റിനെ വലിയൊരു ലോകതലത്തിൽ വലിയൊരു ചർച്ചയായി. അതിന്റെ ധാർമ്മികമായ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. ഒപ്പം അതാണ് അവിടെ ചൂണ്ടുന്നത്.
ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് കുഡ് മെർജ് ഹ്യൂമൻസ് വിത്ത് മെഷീൻസ്. അപ്പോ ഇവിടെ ബ്രെയിനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇന്റർഫേസ്, അതിന്റെ ചേർച്ചയുടെ തലങ്ങൾ, ഒരു പുതിയ തരം ഇന്റലിജൻസ് ഉണ്ടാകും അല്ലെ. അതായത് മനുഷ്യ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇന്റർഫേസുകൾ, ക്രിയേറ്റിംഗ് എ ന്യൂ കൈൻഡ് ഓഫ് ഇന്റലിജൻസ്, ഒരു പുതിയ തരം ഇന്റലിജൻസ്, ഹ്യൂമനും എയും കൂടെ ചേർന്ന ഒരു ഇന്റലിജൻസ്. ദ ഡെവലപ്മെന്റ് ഓഫ് ഓട്ടോണോമസ് വെപ്പൺസ്, ഭയങ്കര പ്രശ്നം പിടിച്ചു. സ്വയം പ്രവർത്തിപ്പിക്കുന്ന ഉപകരണം, യുദ്ധ ഉപകരണങ്ങൾ. എത്തിക്കൽ ക്വസ്റ്റ്യൻസ്, അത് തന്നെ തീരുമാനിക്കുക എവിടെ യുദ്ധം ചെയ്യണം, എന്തിനാണെന്നൊക്കെ. അങ്ങനെയുള്ള ധാരാളം പ്രശ്നം. വളരെ രസകരമായ ചില കഥകളൊക്കെ ഉണ്ടായിരുന്നു. അത് സ്വയം പ്രവർത്തിക്കപ്പെടുന്ന വെപ്പൺസ്, യുദ്ധോപകരണം. അടുത്ത നോക്കുക, സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആർ ആൾറെഡി ഗ്രാപ്ലിംഗ് വിത്ത് എത്തിക്കൽ ഡയലമാസ് ആൻഡ് റിയൽ വേൾഡ് ആപ്പ്. അതിനകത്ത് സാമൂഹിക പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, അതിനെക്കുറിച്ചുള്ള. ഇനി പറയുന്ന ഒരു രസകരമായ മറ്റൊരു കാര്യം നോക്കിയേ. ഈ ഗൂഗിള്, ആമസോണ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ഗവൺമെന്റിനേക്കാൾ ശക്തിയുള്ള സ്ഥാപനങ്ങളായി. ഡിജിറ്റൽ എംപയേഴ്സ് ലൈക്ക് ഗൂഗിൾ, ആമസോൺ ആൻഡ് ഫേസ്ബുക്ക് wield power that rivals that of government. Harari discusses the growing competition between nations for dominance in AI. AI ഡൊമിനൻസിന് വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കപ്പെടും. ഇതിൽ ചൈനയുടെ ഉയർച്ച ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ദ ഫ്യൂച്ചർ ഓഫ് വർക്ക് ഈസ് ഇൻ ജിയോപെറഡി. തൊഴില് ഒട്ടും ഇല്ലാത്ത അവസ്ഥ. എന്താ കാര്യം? എയും ഓട്ടോമേഷനും കാരണം എല്ലാ ബ്ലൂ കോളർ, വൈറ്റ് കോളർ ജോബുകളും റീപ്ലേസ് ചെയ്യും. ഹരാരി മറ്റൊരു പദം കൂടെ ഉപയോഗിക്കുന്നുണ്ട്, യൂസ്ലെസ് ക്ലാസ്. നമ്മൾ ക്ലാസ് സ്ട്രഗിളുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പുതിയൊരു ക്ലാസ് ഉണ്ടാകുകയാണ്. ആ യൂസ്ലെസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ കാരണം ഒപ്പം പോകാൻ കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാർ, who may become unemployable due to technological advance. അങ്ങനത്തെ ഒരു കൂട്ടം. ടെക്നോളജി മുമ്പോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം പോകാൻ കഴിയാതെ നിന്നു പോകുന്ന, അൺഎംപ്ലോയി ആയി മാറുന്ന ഒരു കൂട്ടം. ജിഗ് എക്കോണമി. നമുക്ക് ഈ സൊമാറ്റോ എല്ലാം വെച്ചിട്ട് ഈ സംഭവം നന്നായിട്ട് അറിയാം. ജിഗ് എക്കോണമി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കൂടെ, ഒരു വെബ് ആപ്പിൽ കൂടെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ഇന്ന് ജോലി ചെയ്ത ഇന്നത്തെ കാശ് കിട്ടി. നമുക്കൊരു തൊഴിൽ സുരക്ഷിതത്വം ഇല്ല. നമുക്ക് സാധാരണ ചില തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടല്ലേ, ഇത്ര കൊല്ലം ജോലി ചെയ്ത് കഴിയുമ്പോൾ മറ്റു ബെനിഫിറ്റുകളൊക്കെ കിട്ടും. ഇത് അങ്ങനെയല്ല. നമുക്ക് ഇപ്പൊ തോന്നി നമ്മൾ ജോലി ചെയ്തു, നാളെ തോന്നി വേണ്ട, മറ്റന്നാൾ തോന്നി വീണ്ടും ചെയ്തു. ദിസ് പർട്ടിക്കുലർ തിങ് വി കോൾ ഇറ്റ് ജിഗ് എക്കോണമി. അങ്ങനെ ഒരു നിലയിലേക്ക് പോവുകയാണ്. Gig economy represents a broader trend towards commodification of labor. അങ്ങനെ ഒരു വാക്കാവുള്ളൂ. തൊഴിലിനെ ഉൽപ്പന്നമാക്കുന്ന ഇത് നമ്മളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിനെ ഇല്ലാണ്ടാക്കും. നാളെ ജോലി ചെയ്തില്ലെങ്കിൽ കാശില്ല. Harari wants that AI-driven cyber security threats could outpace human defense. നമ്മളുടെ ഡിഫൻസ് കൊണ്ടൊന്നും സൈബർ സെക്യൂരിറ്റി നിൽക്കില്ല. AI അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഓട്ടോണോമസ് വെപ്പൺസ് ഫോർ സിഗ്നിഫിക്കന്റ് റിസ്ക് ഫോർ ഗ്ലോബൽ കോൺഫ്ലിക്ട്. ഇവിടെ ഓട്ടോണോമസ് വെപ്പൺ എന്നാ പറയുന്നത് സ്വയം പ്രവർത്തിപ്പിക്കുന്ന, സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന യുദ്ധോപകരണങ്ങൾ ഗ്ലോബൽ കോൺഫ്ലിക്റ്റിന് തന്നെ, ലോകത്ത് മുഴുവനുള്ള ഒരു ഏറ്റുമുട്ടലിന് തന്നെ
ഇടയാക്കും. Harari discusses the philosophical implications of AI surpassing human intelligence. അപ്പോ ഇവിടെ ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ സംഭവത്തിലേക്കാണ് പോകുന്നത്. ഇത് നമുക്ക് വേഗം മനസ്സിലാക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് ഇങ്ങനെ അൽഗോരിതം നമ്മുടെ ചിന്തയൊക്കെ സ്വാധീനിച്ച് അവസാനം നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. നമ്മളൊരു അടിമയെ പോലെയായി നമ്മളെ എല്ലാ കാര്യങ്ങളും അൽഗോരിതം തീരുമാനിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. നമുക്ക് ഒരു സ്വതന്ത്ര ഇടപെടലിനും സാധ്യമല്ലാത്ത ഒരു ഫിലോസഫിക്കൽ ടേമാണ് അവിടെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. Harari discussed the philosophical implications of AI surpassing human intelligence. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാം. അങ്ങനെ ഒരു വാർണിംഗ് തരും. ആസ് മെഷീൻസ് ടേക്ക് ഓവർ മോർ ടാസ്ക്, മെഷീനുകൾ പുതിയ ധാരാളം ടാസ്കുകൾ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഹ്യൂമൻ മസ്റ്റ് ഫൈൻഡ് ന്യൂ വേസ് ടു ഡിഫൈൻ പർപ്പസ് ആൻഡ് മീനിങ്. ഇപ്പോൾ നമ്മളുടെ ജീവിത ഉദ്ദേശവും അതിൻ്റെ ഒരു അർത്ഥവും ഒക്കെ നമ്മൾ തന്നെ പുതിയ രീതിയിൽ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ പറയുന്നു. The quest to upgrade humanity through technology could lead to unintended social consequences. നമുക്ക് പ്രതീക്ഷിക്കാത്ത, നമുക്ക് മനസ്സിലാകാത്ത ചില സാമൂഹിക പ്രശ്നങ്ങളിലേക്ക്, അതായത് നമ്മൾ വിചാരിക്കുന്ന ഈ ടെക്നോളജി കൊണ്ട് നമ്മളുടെ ഹ്യൂമൻ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊക്കെ നമ്മൾ കരുതുകയും മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പരിഹരിക്കപ്പെടുന്നതൊക്കെ മറ്റു ചില സൊസൈറ്റിക്കൽ കോൺസിക്വൻസിലേക്ക് നീങ്ങിയേക്കാം. ഒട്ടും ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. The quest to upgrade humanity through technology, നമ്മളുടെ ഹ്യൂമാനിറ്റിയെ ടെക്നോളജിയിലൂടെ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില സോഷ്യൽ കോൺസിക്വൻസസ് ഉണ്ടായേക്കാം. ഹരാരി കൺക്ലൂഡ്സ്, ഹരാരി ഇവിടെ ചുരുക്കുകയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ പ്രാധാന്യം, നോളജ്, ഈ കാര്യങ്ങളൊക്കെ ഉള്ള ബന്ധപ്പെട്ട നോളജുകൾ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, in a technology dominated world. These lines encapsulate, അപ്പൊ ഈ പറഞ്ഞ 10-30 പോയിന്റുകളിൽ കൂടെ Harari's exploration of technology role in shaping the past, present and future of humanity. അപ്പോ ഈ ടെക്നോളജി നമ്മളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എങ്ങനെ ഷേപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ചിത്രം. ഞാൻ വളരെ അതിൻ്റെ ചില പോയിന്റുകൾ മാത്രം എടുത്തിട്ടാണ്. ഇവിടെ നമുക്ക് വളരെ ദീർഘമായി സംസാരിക്കാനൊന്നും പറ്റില്ല, വലിയ ഗ്രന്ഥമാണ്. അപ്പൊ ഇത് ഒരു 10-30 പോയിന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പറ്റുന്ന ആൾക്കാർ ഇത് ഒന്ന് കേൾക്കുക, ഷെയർ ചെയ്യാൻ കൊള്ളാവുന്നതാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യും. എല്ലാവർക്കും എന്നെ ശ്രമിച്ചതിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിൽ എൻ്റെ സന്തോഷം, എൻ്റെ നന്ദി അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പല വീഡിയോകളും ചെയ്യാൻ എനിക്ക് സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോ ഒന്ന് ഷെയർ ചെയ്യാം, ബാക്കിയുള്ള മറ്റ് ഹെൽപ്പുകളും ചെയ്യാം, ലൈക്ക് അടിക്കാം, കമന്റ് ചെയ്യാം. ഓക്കെ.